ജിസ്റ്റോയി ഡയറക്റ്റ് ചെയ്യുന്ന പുതിയ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ആ സിനിമയുടെ പേര് തലവൻ എന്നാണ്. അതിൽ ബിജു മേനോനും ആസിഫ് അലിയാണ് അഭിനയിക്കുന്നത്. അതിന്റെ ട്രെയിലർ നമുക്കൊന്ന് കാണാം. ആള് സ്ട്രെയിറ്റാ. അവന്റെ പ്രായത്തിൽ നമ്മൾ തന്നെ മോശമായിരുന്നു. പന്തീരാണ്ട് കൊള്ളിട്ടാലും ബെറ്റർ ആവത്തന്നെ. ഇന്ന് ചേപ്പനന്തോട്ട കേസ് പറഞ്ഞൂടെ? സാറേ, ബിജു മേനൻ പോലീസ് വേഷത്തിലാണല്ലോ. എത്ര നാളായി സർവീസില്? സർ ഓൾമോസ്റ്റ് അതിനിടയ്ക്ക് എത്ര ട്രാൻസ്ഫർ? ഇത് 5ാമത്തെയാണ് സർ. നമ്മൾ കണ്ടറിഞ്ഞങ്ങ് നിന്നാ മതി സാറേ. ലേശം മുൻകോപം ഉണ്ടെന്നേ ഉള്ളൂ. പോലീസിന്റെ കൈ വെക്കുന്നു. അടിക്കണം. കൊലപാതകശ്രമമാട്ടോ സാറേ. എന്റെ കൈപ്പാങ്ങനെ കിട്ടിയാൽ ഞാൻ തീർക്കും സാർ. സാറേ, അവനെ കാർത്തിക് സാർ പറഞ്ഞു വിട്ടു. പഠിച്ച കള്ളന്മാരാ സാറേ. സർ ചോദിച്ചാൽ എനിക്ക് പറയേണ്ടി വരും. പറയരുത് സാർ, ആ കേസ് മാനിപ്പുലേറ്റഡ് ആണ്. അതിന് കേസിന്റെ ഗ്രാവിറ്റി അറിയാത്ത ഇഡിയറ്റ്. സർ കുറച്ചും കൂടെ മര്യാദയ്ക്ക് സംസാരിക്കണം. ഇല്ലെങ്കിൽ നീന്തിയടാ. രണ്ടും ഒരേ ഇനവാ, ക്രിമിനൽസ്. പറ്റിപ്പോയതാ സാറേ, എനിക്കൊരു ജീവിതമില്ല സാർ. പോലീസിന് ഇനി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടുന്ന് ബ്ലഡ് ചെയിനോ ഫിംഗർ പ്രിന്റോ എന്തെങ്കിലും ഒന്ന് കിട്ടണം. ഫോറൻസിക്കാർ കൈമലർത്തിയില്ല. ഏതോ കൊലപാതക കേസാണ്. അല്ലല്ലോ ജോഷി, എന്തിനും കൃത്യമായ ഒരു തീർപ്പുണ്ട്. പോലീസ് ആഭ്യന്തര വകുപ്പിന്റെ കീഴില. അതിലിനി ക്രിമിനൽസ് വേണ്ട. നീ നിന്റെ ആംഗിൾ ഉണ്ടാക്ക, ഞാൻ എന്റെ വഴി കണ്ടുപിടിച്ചോളാം. 10-15 വർഷമായില്ലേ യൂണിഫോം ഇടാൻ തുടങ്ങിയിട്ട്. ഇടിച്ച് ഞാൻ പിഴിയും കഴിവറി. ഒന്ന് വണ്ടി കയറും. ഞാനാണ് ഈ സ്റ്റേഷനിൽ എത്തിച്ചോ. ഇപ്പൊ ഇവിടത്തെ എസ്എച്ച്ഒ ഞാൻ. തലവൻ ഞങ്ങൾ ഇരട്ടവറ്റാന്ന് തോന്നുന്നു. ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇതൊരു ക്രൈം സ്റ്റോറിയാണ്. അപ്പൊ എന്ത് തരത്തിലുള്ള ക്രൈം ആണെന്നുള്ളത് സിനിമ ഇറങ്ങുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ബിജു മേനനും ആസിഫ് അലിക്കും പോലീസ് വേഷം നന്നായിട്ട് ഇണങ്ങുന്നുണ്ട്. ടർബോ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നത് ഈ മാസം മെയ് 23-നാണ് ഇറങ്ങുന്നത്. ആ ഒരു ടൈം തന്നെയാണ് ഈ സിനിമയും, ഈ തലവൻ എന്ന് പറയുന്ന സിനിമയും ഇറങ്ങുന്നത്. രണ്ട് സിനിമയും വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.